സാറേ, വെൽക്കം ബാക്ക്. ഒരു കുസൃതി ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മളുടെ ഈ കുലദേവത ധർമ്മദേവ സങ്കല്പം, അപ്പൊ ചെറിയൊരു കുസൃതി ചോദ്യം കൂടാണ്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഫോറിനിലൊക്കെ ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് കുലദേവത ഒന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. അപ്പൊ ഈ കുലദേവത എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് ഇതൊക്കെ എന്താണ്, ഇതെങ്ങനെ ഫോമായി, എന്തുകൊണ്ട് ഒരു ഏരിയയിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നു? ഓക്കെ, കുലദൈവം, ധർമ്മദൈവം, കുടുംബദൈവം, ദേവത, ഇതൊക്കെ ഹിന്ദുക്കളുടെ മാത്രം ഒരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്ക് പറയാൻ വയ്യ. മറ്റൊരു മതത്തിലും ഇല്ലാത്തതുകൊണ്ട് അത് ആരാധിക്കാറുമില്ല. മുസ്ലിം മതത്തിലില്ല, ക്രിസ്ത്യൻ മതത്തിലില്ല, യഹൂദ മതത്തിലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ബുദ്ധമതത്തിലില്ല. അപ്പോ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മറ്റു മതക്കാരും ഈ പ്രശ്നം കൊണ്ട് ഓടി നടക്കുന്നില്ല. എന്നാൽ ഹിന്ദുവിനുണ്ടാകാൻ കാരണം ഉണ്ടായത് ഹിന്ദുവിന് ജ്യോതിഷത്തിലുള്ള അമിതമായ വിശ്വാസമാണ്. ഈ ജ്യോതിഷത്തിലുള്ള അമിതമായ വിശ്വാസത്തിലാണ് ഈ സാധാരണമായിട്ട് ഒരു ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടായി, എവിടുന്നുണ്ടായി, എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ ജ്യോതിഷം അറിയാവുന്നവരെ സമീപിക്കുകയും അത് മുതലാക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. അവര് ജ്യോതിഷത്താൽ കണ്ടതൊക്കെ അവർ പറയുന്ന കൂട്ടത്തിൽ കുടുംബദേവത അല്ലെങ്കിൽ കുലദേവത കോപിച്ചിരിക്കുന്നു, അതാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഏത് ഹൗസ് ആണെന്ന്? 4 ആ കുടുംബദേവത പ്രസാദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ പുറകെ നമ്മൾ ഓടുന്നത്, അതിനെ പരിഹരിക്കാൻ വേണ്ടത് ചെയ്യുന്നത്. ഈ ജ്യോത്സ്യമാണ് ഈ ഹിന്ദുവിനെ ഇത്രത്തോളം ദൈവത്തിൽ നിന്ന് അകറ്റി കുടുംബദേവതയിലും കുലദേവതയിലും ഇട്ട് പിണച്ച് ഓടിക്കുന്നത്, തിളച്ചിട്ട് ഓടിക്കുന്നത്. അങ്ങനെ തളച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ദൈവത്തിലേക്ക് എത്താൻ സമയവുമില്ല, അതിനൊട്ട് സാധിക്കുന്നുമില്ല. ദൈവത്തിൽ നിന്ന് ഓരോ തളപ്പഴിക്കും തോറും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് മറ്റേ പതഞ്ജലിയോഗ സൂത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈശ്വര സർവഭൂതാന ഹൃദയശോ, അത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ക്ലേശകർമ്മ വിഭാഗാശൈരവഷ്ടാഹ പുരുഷവിശേഷ ഈശ്വര. പഞ്ചക്ലേശങ്ങൾ, മുമ്പേ പറഞ്ഞ പഞ്ചക്ലേശങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊന്നുമില്ലാത്ത, മുമ്പേ പറഞ്ഞതുപോലെയുള്ള അവയർനെസ് എന്ന് പറയുന്ന അത് മാത്രമാണ് ഈശ്വരൻ. എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. തെറ്റിദ്ധരിക്കരുത്, അതിന് എല്ലാം ചെയ്യാൻ കഴിവുള്ളതുമാണ്. അതിലേക്ക് അടുക്കാൻ ഹിന്ദുവിന് സമയമില്ല. കാരണം ഹിന്ദു കുടുംബദേവതയിലും കുലദേവതയിലും കെട്ടുപിണഞ്ഞ് അവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണേൽ തന്നെ പറയാം. ഒരു കുടുംബദേവത പ്രസാദിച്ചു കഴിയുമ്പോൾ അടുത്ത കുടുംബദേവത, സാധാരണയായിട്ട് കുടുംബദേവത എന്ന് പറയുമ്പോൾ ജാതിയെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോ ബ്രാഹ്മണർക്ക് കുടുംബദേവത അച്ഛൻ വഴിയാണ്, ക്ഷത്രിയർക്ക് കുടുംബദേവത അമ്മ വഴിയാണ്, വൈശ്യർക്കും ഇതര ജാതിക്കാർക്കും ശൂദ്രർക്ക് അമ്മ വഴിയാണ് കുടുംബദേവത. ഇതര ജാതിക്കാർക്കെല്ലാം അച്ഛൻ വഴിയാണ് കുടുംബദേവത. അപ്പോ അച്ഛൻ വഴിയായാലും അമ്മ വഴിയായാലും ഒരു ദേവത പ്രസാദിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാകാൻ എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ പറയും ആ മറ്റേ ദേവത പ്രസാദിക്കാത്തതാണ് കാരണം. എന്ന് വെച്ചാൽ അച്ഛന്റെ വഴിയാണ് പ്രസാദിപ്പിച്ചതെങ്കിൽ അമ്മ വഴിയുള്ള ദേവത പ്രസാദിപ്പിച്ചില്ല. പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള ഓട്ടം. പലപ്പോഴും നമുക്കൊരു തലമുറയ്ക്ക് മുമ്പുള്ള അല്ലെ 2 തലമുറയ്ക്ക് മുമ്പുള്ള കുടുംബം എവിടെയായിരുന്നു പോലും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. നമ്മൾ അവിടുന്ന് എത്രയോ ദൂരെ മാറിയായിരിക്കും താമസിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള പ്രശ്നം വളരെ കൂടുതലാണ്. അതുകൊണ്ട്
ഇത് ചിലർക്കൊരു നേരം പോക്കാണ്. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഈ അറിവ്, ജ്യോതിഷത്തിലെ അറിവ് മറ്റുള്ളവരെ ദുരിതത്തിൽ ആഴ്ത്താനാണ് അവർ ഉപകരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ദുരിതം ഉണ്ടായാൽ നമ്മൾ സഹിച്ചു തീർക്കുക. നമ്മളൊരു ദുരിതം ഉണ്ടായി, മുമ്പേ പറഞ്ഞു, യോഗയില് ഒരെണ്ണം പറഞ്ഞു, സുഖത്തിന് അനുരാഗം ഉണ്ടാകുക അല്ലെങ്കിൽ ദുഃഖത്തിന് അനുരാഗം ഉണ്ടാകുക, രണ്ടും വിഘ്നങ്ങളാണ്. അത് നമുക്ക് രണ്ടിനോടും വിഘ്നം ഉണ്ടാകാതിരിക്കുകയാണ് ഒരു ഹിന്ദുവിന്റെ ധർമ്മം. രണ്ടും നമ്മൾ സ്വീകരിക്കാതെ, നമ്മൾ രണ്ടിനോടും താല്പര്യം കാണിക്കാതിരിക്കുക, സുഖാനുരാഗിയോ ദുഃഖാനുരാഗിയോ ആകാതിരിക്കുക. വന്നത് യോഗിയുടെ ക്വാളിറ്റിയാണ്. വന്നത് നമ്മൾ അനുഭവിക്കാൻ പ്രാപ്തനാകുക. ഈ പ്രാപ്തിയില് വേണമെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് ഹിന്ദുവിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ക്ഷേത്രം നമുക്ക് എവിടെ ഉണ്ട്? ഒന്നുകിൽ ദേവിയുടെ ക്ഷേത്രം, അല്ലെ ദേവന്റെ ക്ഷേത്രം. ദൈവത്തിന്റെ ക്ഷേത്രം നമുക്ക് എവിടെയുണ്ട്? ഈ ഒരു പോരായ്മ നമുക്കുണ്ട്. ദൈവത്തിന്റെ ക്ഷേത്രം നമുക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ ക്ഷേത്രമില്ല, എല്ലാം ദേവതകളുടെ ക്ഷേത്രമേ ഉള്ളൂ. എല്ലാം ദേവതകളുടെ ക്ഷേത്രമേ ഉള്ളൂ. ആ ദേവതകളെ ചുറ്റിപ്പറ്റിയാണ് നമ്മളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നത്. ദൈവത്തിലെത്താൻ നമുക്ക് സമയമാകുന്നില്ല. അങ്ങനെ സമയമായാൽ മുമ്പേ പറഞ്ഞ പോലെ ട്രംപിന് എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചു പോകുന്നില്ല? നമ്മളും പോകേണ്ട കാര്യമില്ല. ട്രംപ് മാത്രമല്ല, നമ്മളും പോകേണ്ട കാര്യമില്ല. നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഏകനായ ദൈവത്തെ മാത്രം അന്വേഷിക്കുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടായാലും നമ്മൾ സഹിക്കും. ആയിക്കോട്ടെ, അത് ഞാൻ അനുഭവിക്കാനുള്ളതാണ്. അല്ലെ, എനിക്ക് സുഖം ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചില്ലേ, നീ ദുഃഖം ശകലം അനുഭവിക്കാനുള്ളതാ എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതാണ് ഈ ഹിന്ദുവിന്റെ ഒരു ദോഷം തന്നെയാണ്. ഈ ഞാൻ പറയുന്നതാണ് അത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ആരാധനയെ എതിർത്താലും ഞാൻ പറയാനുള്ളത് എന്ന് പറയും, ആരെതിർത്താലും ഞാൻ പറയാനുള്ളത് പറയും. കാരണം ഹിന്ദുവിന്റെ ഒരു ദോഷം തന്നെയാണ് ഈ പറഞ്ഞ ദേവതകളെ കുടുംബ ദേവതയായാലും കുലദേവതയായാലും ഇങ്ങനെയുള്ള ദേവതകളെ അന്വേഷിച്ചിട്ട് ഉള്ള ഓട്ടവും അതിനുള്ള പരിഹാര കർമ്മവും. ആ കർമ്മത്തിനിടയിൽ നമ്മൾ ദൈവത്തെ സ്മരിക്കാൻ പോലും വിട്ടുപോകുന്നു. ഈ ദൈവത്തെ സ്മരിക്കാൻ വിടുന്നതാണ് നമ്മളുടെ ദുരിതത്തിന് മുഴുവൻ കാരണം. സാറേ, ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചോദിക്കട്ടെ. ഞാൻ ഇപ്പൊ നമ്മളുടെ ഒരു പൂർവികര് ആചരിച്ചിരുന്ന ഒരു ഉപാസനാമൂർത്തികളായിരിക്കാം നമ്മളുടെ കുലദേവതകളായിട്ട് രൂപാന്തരപ്പെട്ടത്, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉപാസനമൂർത്തികളെയാണോ നമ്മൾ ഉപാസിക്കേണ്ടത്? അതോ നമ്മുടെ നാലാമത്തെ ഹൗസിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചൈതന്യത്തെയാണോ നമ്മൾ ഉപാസിക്കുന്നത്? കുടുംബദേവത എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒന്നായിരിക്കും. കുടുംബദേവത എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒന്നായിരിക്കും. കുലദേവത എന്ന് വെച്ചാൽ ആ ഒരു കുലത്തിൽ ഉള്ള എല്ലാവർക്കും ഒന്നായിരിക്കും ദേവത. ഇതൊന്നും ഒരാളുടെ ജാതകത്തിൽ വരത്തില്ല. ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്കും 5 ജാതകമുണ്ട്. 5 പേരുടെയും 4-ാം ഭാവം പ്രത്യേകം ഒന്നിന് തുല്യമായിരിക്കത്തില്ല മറ്റേ ആളുടെ. അപ്പൊ എത്ര കുടുംബദേവത ഉണ്ടാകും? അപ്പൊ ഏതെല്ലാം കുടുംബദേവതയെ നമ്മൾ ആരാധിക്കേണ്ടി വരും? കുടുംബദേവത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ പൊതുവായ ദേവതയാണ്. ആ ദേവത എങ്ങനെ 5 പേർക്ക് അല്ലെ 6 പേർക്ക് എങ്ങനെയാണ് ഈ ഒറ്റ 4-ാം ഭാവമായിട്ട് വരുന്നത്? അപ്പൊ ഒരു കോമൺ ജനറിക് ആയിട്ടുള്ള ഒരു ആചാര രീതിയാണ് കുടുംബദേവത എന്ന് പറയുന്നത്. അതെ, കോമൺ ആയിട്ടുള്ള ഒരു, അതിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ കുടുംബദേവത എന്ന് നമ്മൾ പറയുമ്പോ ചില കുടുംബദേവതകള് ആരാധിക്കുന്നത് ഏതെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ദേവീ സങ്കല്പം. മിക്കവാറും കുടുംബദേവതകളെല്ലാം ദേവീ സങ്കല്പങ്ങളാണ്. കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട ദേവതകളോ ഉപദേവതകളോ ആണ്. ഉപദേവതകളുണ്ട്. കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6 ഉപദേവതകളോ മറ്റോ ഉണ്ട്. അതിന് 6 ഉപദേവതകൾ. ആ 6 ഉപദേവതകളെ ഞാൻ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ ഈ കൊടുങ്ങല്ലൂര് ദേവി ഉൾപ്പെടെ ഈ 6 ഉപദേവതകളെ ഞാന് അതിനടുത്തുള്ള, അതിന്റെ 10-30 കിലോമീറ്റർ വരുമെന്ന് വിചാരിക്കുന്നു, ഒരു വടക്കുള്ള
ഇവരുടെ അമ്മ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഇവരെ രാത്രി കാണാൻ പറ്റിയിട്ടുണ്ട്. രാത്രി ഒരു 3 മണിക്ക് മൂലസ്ഥാനം അമ്മസ്ഥാനം എന്ന് അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ കൊടുങ്ങല്ലൂർ ഒരു ആശുപത്രി കാര്യത്തിന് വേണ്ടി പോയപ്പോ അന്ന് അവിടെ തങ്ങേണ്ടി വന്നപ്പോ ഇനി പിറ്റേന്ന് കൊടുങ്ങല്ലൂര് എനിക്ക് കയറണം എന്ന് പറഞ്ഞപ്പോ കൂടുണ്ടായിരുന്ന ആള് പറഞ്ഞു, അയ്യോ അപ്പൊ ഇവിടെ അല്ല പ്രധാനം, ആ അമ്മ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. അത് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ വടക്കാണ്. ആ സ്ഥലപ്പേര് ഞാൻ വിട്ടുപോയി. 30 കിലോമീറ്റർ വടക്കാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ എന്റെ കൂടെ ഡ്രൈവർ ഇല്ലായിരുന്നു. അയാളുടെ ഡ്രൈവറെ ഞാൻ മേടിച്ചിട്ട് ഞാൻ രാത്രി തന്നെ ഒരു 2 മണിയായപ്പോ അവിടത്തേക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോ ഒരു 3-3:30 ആ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാല് ശകലം ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോ ഒരു നട തുറന്ന്, ആ അമ്പലത്തിന്റെ ഒരു നട തുറന്നിട്ടുണ്ട്. ആ നടയിലേക്ക് ഞാനും കയറി ചെറിയ അരണ്ട വെളിച്ചമുണ്ട്. ഈ അരണ്ട വെളിച്ചത്തിൽ ഞാനും കയറി കഴിഞ്ഞപ്പോ എന്നെ കൊണ്ടുപോയ ഡ്രൈവറെ നോക്കി, അവനെ കാണാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ മുമ്പില് ഒരു കാട് പിടിച്ച സ്ഥലം പോലെ എനിക്ക് തോന്നിച്ചു. ഇതെന്താ ഇതിങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എന്താ? പക്ഷെ ഇതിനകത്ത് വെളിച്ചവും കാണുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന് എനിക്ക് സംശയമായി. അപ്പൊ ഞാനങ്ങ് കാട് പിടിച്ചതിനകത്തോട്ട്, ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരൻ, ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ എന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, ഞാൻ ചാടിക്കയറും. അപ്പൊ ഞാൻ ഈ കാട്ടിനകത്ത് ഇതിനകത്തോട്ട് ചാടി അങ്ങ് കയറി ഉടനെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്, എന്റെ അമ്മയുടെ മൂലസ്ഥാനത്ത് ചവിട്ടരുതെന്നും പറഞ്ഞു. ഒരു സ്ത്രീ ശബ്ദം, എന്റെ അമ്മയുടെ മൂലസ്ഥാനത്ത് ചവിട്ടരുതെന്ന് പറഞ്ഞൊരു ഒരു അലർച്ചയാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു തെങ്ങിന്റെ നിഴലുണ്ട്. പുറത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ ഇപ്പുറത്തെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ നിഴലിന്റെ ഭാഗത്തു ഒരു സ്ത്രീ എന്റെ അടുക്കലോട്ട് ഓടി വരികയാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, എന്താ ഇത് ക്ഷേത്രമല്ലേ? ക്ഷേത്രം ഇതല്ലേ ഇതിന്റെ വാതില്? വെളിച്ചമൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതല്ലേ വാതില് എന്നും പറഞ്ഞിട്ട് ഇവരെന്റെ അത് അവിടെ ചവിട്ടരുത്, അത് മൂലസ്ഥാനമാണ് എന്നും പറഞ്ഞിട്ട് ഇവരെ ഞാൻ മുമ്പേ നടത്തി. ഞാൻ പുറകെ പോയപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്നപ്പോ അപ്പോ അവിടെ ഒരു 5-6 പേര് നിൽപ്പുണ്ട്. അമ്പലം അടച്ചിരിക്കുകയാണ്. അന്നൊരു 3-3:30 മണിയെ അപ്പോഴേ ആയിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ ഈ 3:30 മണിക്ക് തുറക്കുന്ന ക്ഷേത്രമല്ല അത്. പിന്നീട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ ആ 3:30 മണിക്ക് തുറക്കുന്ന ക്ഷേത്രമല്ല. പക്ഷെ ഇത് എങ്ങനെ അത് 3:30 മണിക്ക് തുറന്നു എന്ന് എനിക്കറിയില്ല. ഇനി ബാക്കി പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകും. അല്ല, നട അടച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? നട അടച്ചിരിക്കുകയല്ല, നട അകത്തെ കർമ്മങ്ങൾക്ക് വേണ്ടി, പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി ചാരിയിരിക്കുകയാണ്. മനസ്സിലായി. അപ്പൊ ഞാനും ആ സ്ത്രീയും അപ്പുറവും ഇപ്പുറവും നിന്നു. അമ്പലം നടയിൽ നിൽക്കുകയല്ലേ, തുറക്കുമ്പോ കയറാനുള്ള ലക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എവിടുന്ന് വരിക? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കായംകുളത്തുനിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളെവിടുന്ന്? ഞാൻ കൊടുങ്ങല്ലൂന്നാണ്. ഈ വെളുപ്പാങ്കാലത്ത് കൊടുങ്ങല്ലൂന്ന് എങ്ങനെ വന്നു? അതൊക്കെ വരാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ആലോചിച്ചു, ഇത് എങ്ങനെയാണ് ഇത്? ഒരുപക്ഷെ ഇനി ഞാൻ പറയും കാറിലാണ്. അല്ല, പിന്നെ എങ്ങനെ ഈ സ്ത്രീക്ക് ഇവിടെ വരാൻ പറ്റി എന്ന് എനിക്ക് ഉദ്ദേശം. അപ്പൊ ഞാൻ ഇവരുടെ മുഖത്തോട്ട് നോക്കി. മുഖത്ത് നോക്കിയപ്പോഴും മുഖം മുഴുവൻ വസൂരിക്കല വന്ന പാടുകൾ. അപ്പോ ഇവരെ കണ്ടാൽ ഒരു 21-22 വയസ്സ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഞാനിവരോട് ചോദിച്ചു, നിങ്ങള് അപ്പൊ ഈ വസൂരിക്കല വന്നു എന്ന് പറഞ്ഞപ്പോ ഈ വസൂരി ഇവിടെ ഉണ്ടാകാതിരുന്നിട്ട് തന്നെ വർഷം കുറയായി. എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് വസൂരി ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. ഇന്ത്യയിൽ നിന്ന് ലോകത്തും തന്നെ ഇല്ലാതാക്കിയതാണ്. പിന്നെ ചിക്കൻ പോക്സ് വരികയുള്ളൂ, അതിനിങ്ങനെ മുഖത്ത് പാട് കാണത്തില്ല. ഇത് വസൂരിയുടെ പാട് തന്നെയാണ് ഈ സ്ത്രീയുടെ മുഖത്ത്. അവർക്ക് പ്രായമാണെങ്കിൽ 20-21 വയസ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ ചാരിയിരിക്കുന്ന വിടവിനിടയിൽ കൂടി ഈ സ്ത്രീ അങ്ങ് അകത്ത് കയറി. ഇതെങ്ങനെ ഈ സ്ത്രീ അകത്ത് കയറിയതെന്ന് ഞാൻ ആലോചിച്ചു. അവരെ അകത്ത് കയറിയപ്പോ ആരാണ്ടോടൊക്കെ ഇവര് സംസാരിക്കുന്ന ശബ്ദവും കേട്ടു. അപ്പൊ ഞാൻ അകത്ത് കയറിയപ്പോ ഒരു 6 പേരുണ്ട്. പിന്നെ അമ്പലം ശ്രീകോവില് അടച്ചിരിക്കുന്നു.
പുറത്തൊരാൾ ഇരിപ്പുണ്ട്. അപ്പോ ഇവരൊക്കെ അപ്പൊ ഇവരൊക്കെ ഒരു പരസ്പരം ഇവരെല്ലാം അറിയുന്നത് പോലെ ഇവർ സംസാരിക്കുന്നു. ഈ സ്ത്രീകൾ പരസ്പരം അറിയുന്നത് പോലെ അവരെല്ലാം സെറ്റുമുണ്ടാവും ഉടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ അതല്ല. ഈ സ്ത്രീ ഉടുത്തിരിക്കുന്നത് സെറ്റുമുണ്ട് അല്ലാത്തൊരു വസ്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ കൂടെ വന്ന സ്ത്രീ അവിടെ കയറിക്കഴിഞ്ഞ് അപ്പൊ ഇവര് 5-6 പേരുണ്ട്. 6 പേര് ഞാൻ ഇവരെല്ലാം അപ്പോ തൊഴുക എന്നുള്ള ഉദ്ദേശത്തിന് എനിക്ക് ഈ സ്ത്രീകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്നോട് നേരത്തെ പറഞ്ഞു ഈ സ്ത്രീ, ഇവിടുന്ന് ഇനി നിങ്ങൾ തിരിക്കുമ്പോ ഇവിടുന്ന് ഇവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ശ്രീ കുരുമ്പ ഭഗവതിയുടെ അടുക്ക കൊടുങ്ങല്ലൂർ പോകാനും ഇവിടല്ലേ വന്നത്, അവിടെ തൊഴാനല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോ രാവിലെ 10 മണിയാവും. അപ്പൊ അവിടെയും തൊഴാൻ കാണും, ഞാൻ അവിടെ കാണും എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നടക്കകത്തോട്ട് കയറിയത്. അപ്പൊ ഞാൻ നട ഇറങ്ങി വന്നപ്പോഴാണ് ഇവരെ പറ്റി കൂടുതൽ ആകപ്പാടെ ചിന്തിച്ചത്. ഈ 5-6 പേര് ഇവരാരാണ്? ഇവരെ ഓരോരുത്തരെ കാണാതാകുകയാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ. അത് ഞാൻ കണ്ണടച്ചും തൊഴുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ആ നിൽക്കുന്ന ഭാഗത്ത് നഷ്ടപ്പെടുന്നു. ഞാൻ പിന്നെ പുറത്തിറങ്ങി വന്ന് അപ്പോഴൊന്നും ചിന്തിക്കാതെ കണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നു വാച്ചിലേട്ട് നോക്കിയപ്പോ കറക്റ്റ് ഈ സ്ത്രീ പറഞ്ഞ 10 മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇവരെ പറ്റി ചിന്തിച്ചത്. മുഖത്ത് വസൂരിയുള്ള സ്ത്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയാണോ എന്ന് ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ്. ആയിരിക്കാം, അതൊരു ഇൻസിഡന്റ് ആയിരുന്നു, ആയിരിക്കാം. സാറിന്റെ ഈ ഇങ്ങനെയുള്ള ഇന്റർവെൻഷൻ, അതായത് ഇപ്പം ഒരു കഴിഞ്ഞ പല അധ്യായങ്ങളിൽ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ മാടനെ കണ്ടതും പിന്നെ മരിച്ചവരെ കണ്ടതും പിന്നെ ഈ ദേവതകളെ കണ്ടതും അങ്ങനെയുള്ള എൻറ്റിറ്റീസിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സാറിന്റെ മാന്തി ഏത് 10-ലോ 11-ലോ എവിടെയാണ് ഇരിക്കുന്നത്? എന്റെ മാന്തി 11-ലാണ്. 11 എന്ന് പറയുന്ന ഇതിന്റെ ഒരു പോർട്ടലാണെന്നാണ് പറയുന്നത്. സാറിന് ജ്യോതിഷം അറിയാമല്ലോ. ജ്യോതിഷം എനിക്ക് കുറച്ചൊക്കെ ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാമല്ലോ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജാതകം നമ്മൾ തന്നെ നോക്കുക, അതിനെ ഒരു സ്ഥിരീകരണത്തിൽ വരുത്തുക എന്നുള്ളത് നമുക്ക് ആവശ്യമായി വരും. മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ ജാതകം നമ്മൾ തന്നെ നോക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൃത്യങ്ങളും ഒക്കെ കറക്റ്റ് ശരിയാണോ, നമ്മൾക്ക് ഈ ദേവതയെ ഉപാസിക്കാൻ അർഹനാണോ, അല്ലെങ്കിൽ ഈ ദേവത നമുക്ക് ചേരുമോ എന്നൊക്കെ നമുക്ക് നോക്കാൻ നമുക്ക് സ്വയമായി ശകലം ജ്യോതിഷം അറിഞ്ഞിരുന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആധ്യാത്മിക കാര്യങ്ങൾ, ഹിന്ദു ആധ്യാത്മിക മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നോട് 2-3 ക്രിസ്ത്യാനി ആധ്യാത്മിക ആൾക്കാരും ജ്യോതിഷവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പോലും ഇത് നോക്കുന്നുണ്ട്. അവർക്ക് ജാതകമില്ലാത്തതുകൊണ്ട് അവര് ജാതകം എഴുതി ഒപ്പിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. ഇതൊക്കെ രഹസ്യമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് ആധ്യാത്മിക ഫീൽഡിൽ ഇറങ്ങിയവർക്ക് ഈ ഇതിനെപ്പറ്റി അല്പം അറിഞ്ഞിരിക്കുക ഒരു അത്യാവശ്യം ആണ്. ചിലപ്പോ ഉപാസന കാര്യത്തിൽ എനിക്ക് ഉപാസനയൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉപാസന ഉദ്ദേശിക്കുന്നുമില്ല. എന്നാലും ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ജ്യോതിഷം നമുക്ക് ഈ പറഞ്ഞ പോലെ യോഗ അറിഞ്ഞിരിക്കേണ്ടതുപോലെ തന്നെ ഈ ആധ്യാത്മികതയ്ക്ക്, ഹിന്ദു ആധ്യാത്മികതയ്ക്ക് ജ്യോതിഷം ഒരു ഉപേക്ഷിക്കാനാകാത്ത ഒരു ഘടകമാണ്. ഈ മാന്തി എന്ന് പറയുന്നത് അമാനുഷികം ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ മാന്തി എന്ന് പറയുന്നത് 11 എന്ന് പറയുന്ന മാജിക്കൽ ഒരു ഹൗസാണ്, മാജിക്. അപ്പൊ അമാനുഷികമായിട്ടുള്ള മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ സാറിന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറുപ്പകാലം മുതലേ ഏതാണ്ട് 3 വയസ്സ് മുതലേ കണ്ടും കേട്ടും തുടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് ഇപ്പൊ പറയുമ്പോ എനിക്ക് അധികം തോന്നുന്നില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഏതാണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ തലേന്ന് മറ്റോ വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ ഒരു ധ്യാനം പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് കേട്ടു. 11-ലെ ഗുളികനാണ് ആ സ്ത്രീക്കും.
അപ്പൊ അതുകൊണ്ട് പതിനെതിരെ ഉളിയൻ ഇങ്ങനെ അമാനുഷിക കഴിവുകളെ ഉണ്ടാക്കുന്നതാണ് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനെ ആദ്യമായിട്ട് ഇത് അറിയും. അമാനുഷ്യം മാത്രമല്ല, ഒരു ആർക്കും കാണാൻ വയ്യാത്ത റെംസിലേക്ക് എത്തി നോക്കാനുള്ള ഒരു പോർട്ടൽ, അതിന്റെ ഒരു ഓപ്പണിങ്ങും കൂടെയാണ് 11 മാന്തി എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം സാറേ, നല്ലൊരു സബ്ജക്റ്റുമായിട്ട്. സന്തോഷം. ഓക്കെ.